പ്രിയവ്രതോ ഭാഗവതഃ. പ്രിയവ്രതൻ പറയുമ്പോൾ തന്നെ പരമഭാഗവതൻ, ജ്ഞാനി എന്നാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനിയായ പ്രിയവ്രതൻ സന്യസിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് പ്രിയവ്രതൻ്റെ അച്ഛൻ സ്വയംഭൂമനും ബ്രഹ്മാവോട് വിഷയം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മ നേരിട്ട് വന്ന് ഇവിടെ ഉപദേശിക്കുന്നു, സന്യസിക്കുന്നത് മുഖ്യമല്ല, മനസ്സ് നിയന്ത്രിക്കുന്നതാണ് മുഖ്യം. സന്യസിച്ചിട്ടും മനസ്സ് നിയന്ത്രണം വിട്ടവർ പിന്നെ ബുദ്ധിമുട്ടും. ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നാലും മനോനിയന്ത്രണം ഉള്ളവർ രക്ഷപ്പെടും. അപ്പോൾ നമുക്ക് മനോനിയന്ത്രണമാണ് ആവശ്യം. ആ മനസ്സ് നിയന്ത്രിക്കാൻ ആ പത്മനാഭൻ്റെ ചരണം പിടിച്ചാൽ മതി, ആ പത്മനാഭൻ്റെ നാമം ജപിച്ചാൽ മതി. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. കമലനയന വാസുദേവ പാണ്ഡുരംഗ പാഹി മാം. പത്മനയന പത്മചരണ പത്മനാഭ പാഹി മാം. പ്രഭു പത്മനാഭ പാഹി മാം. ആ പത്മനാഭൻ്റെ ശരണം പിടിച്ചിരുന്നാൽ മതി, നമുക്ക് ഈ ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. ശത്രുക്കളാണ് കാമക്രോധാദി ശത്രുക്കളാണ്. ത്വന്തു അബ്ജനാഭ അംഘ്രി സരോജകോച ദുർഗാശ്രിതോ നിർജിത ഷട്സപസ്നഃ ഭുങ്ക്ഷ്വേഹ ഭോഗാൻ പുരുഷാതിരിഷ്ടാൻ വിമുക്തസംഗ പ്രകൃതിം ഭജസ്വ. ബ്രഹ്മാവ് ഉപദേശിച്ചപ്പോൾ അദ്ദേഹം വിവാഹം ചെയ്തു. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം വീണ്ടും തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചു. പ്രിയവ്രതൻ്റെ ജ്യേഷ്ഠപുത്രൻ ആഗ്നേയൻ അദ്ദേഹവും തപസ് ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു? തൻ്റെ മുന്നിൽ നൃത്തം വയ്ക്കുന്ന പൂർവ്വചിത്തി വീറുള്ള അപ്സരസ് വാചകത്തു. അപ്സരസിൻ്റെ നൃത്തം കണ്ടപ്പോൾ ഈ ആഗ്നേയൻ വിവാഹം ചെയ്ത് പിന്നെ അപ്സരസ് ലോകം തന്നെ ചെന്നു. ഈ കുടുംബത്തിൽ എല്ലാവരും ഭഗവാന്റെ പാദത്തിൽ എത്തിയപ്പോൾ ഈ ഓരോ ആൾ മാത്രം അപ്സരസ് ലോകത്തിന് പോകാൻ എന്താ കാരണം? ഈ കുടുംബത്തിൽ എല്ലാവരും ഗുരുനാഥനെ ആശ്രയിച്ച് ചെന്നു. ഈ ആൾ മാത്രം ഗുരുനാഥൻ ഇല്ലാതെ ചെന്നു. ഗുരു ഇല്ലാതെ തപസ്സ ചെല്ലുമ്പോൾ എന്താവും? പൂർവ്വചിത്തി, നമ്മുടെ പൂർവ്വജന്മ പ്രാരബ്ധം എന്ന് പിടികൂടും. അതുകൊണ്ടാണ് ഈ ആഗ്നേയൻ മാത്രം സാധാരണ അപ്സരസ് ലോകത്തേക്ക് ചെന്നു. ഈ ആഗ്നേയൻ്റെ ജ്യേഷ്ഠപുത്രൻ നാഭി മഹാരാജാവ് സന്താനഭാഗ്യത്തിന് വേണ്ടി പുത്രകാമിഷ്ടിയാഗം നടത്തി. അങ്ങനെ യാഗം നടത്തുമ്പോൾ യാഗകുണ്ഡത്തിൽ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അഥഗതമാവിഷ്കൃത ഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കവിശകോശേയാംബരധരം ഉരസി വിലസത് ശ്രീവത്സലലാമം ധരവരവനരുഗവനമാകാൻ സൂര്യമൃതമണിഗതാദ്വിരുപലക്ഷിതം സ്ഫുരകിരണപ്രവരമുകുടകുണ്ടലകടകകടിസൂത്രഹാര കേയൂരനൂപുരാദ്യംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപതയോധനായുവ ഉത്തമധനം ഉപലഭ്യ സഭഗവാനമർഹണേനാവണതശീർഷാണ ഉപതസ്ഥു. ഭഗവാൻ ചതുർഭുജ സംഘചക്ര ഗതാത്മധാരിയായി പ്രത്യക്ഷപ്പെട്ടു. ആ ഋത്വിക്കുകളൊക്കെ സ്തുതി ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, എപ്പോഴും ഞങ്ങളുടെ നാമം ജപിക്കാൻ പറഞ്ഞേ. അഥ ഗതഞ്ജിസ്ഖലനക്ഷുത്പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായ ജ്വരമരണദശായാമപി സകല കസ്മല നിരസനാനി തവ ഗുണകൃത നാമധേയാനി വചന ഗോചരാണി ഭവന്തു. ഇതൊരു നല്ല പ്രാർത്ഥനയാണ്. 5-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ഗദ്യം. ഇത് ചൊല്ലിയാൽ എപ്പോഴും നാമം ജപിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും. എപ്പോഴും നാമം ജപിച്ച് ശീലിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഒരു കഥ പറയാറുണ്ട്. ഒരു വിഡ്ഢി എന്ത് ചെയ്തു? മരത്തിൻ്റെ നുണിക്കളിയിൽ ഇരുന്ന് അടിഭാഗം അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇത് നോക്കി പാർവതിയും പരമേശ്വരനും ഈ വിഡ്ഢി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, രക്ഷിക്കണം. അപ്പോൾ അവർ തീരുമാനിച്ചു, അമ്മേന് സാധാരണ എല്ലാവരും കാല് തട്ടിയാൽ അയ്യോ അമ്മേനെ വിളിക്കുള്ളൂ, അമ്മേനെ വിളിക്കുള്ളൂ. അപ്പോൾ അമ്മയെ വിളിച്ചാൽ ഞാൻ രക്ഷിക്കാം, അച്ഛ വിളിച്ചാൽ നിങ്ങൾ രക്ഷിച്ചോളൂ. അത് പാർവതിയും പരമേശ്വരനും കൈ നീട്ടി കാത്തിരിക്കണം. ഈ വിഡ്ഢി നുണികളിലും അടിഭാഗം വെട്ടി താഴെ വീഴുന്ന സമയത്ത് അമ്മയെ വിളിച്ചിട്ടില്ല, അച്ഛ വിളിച്ചിട്ടില്ല, അയ്യോട് വിളിച്ചു. അയ്യോ ആരുടെ പേരാണ്?
യമൻ്റെ ഭാര്യയുടെ പേരാണ്. അപ്പോൾ യമൻ്റെ ഭാര്യ ഇവിടെ ഓരോന്ന് വിളിച്ചു കൊടുക്കും. അതുകൊണ്ട് ഈ അയ്യോ പേരുള്ള അപശബ്ദം പറയാതെ രാമ കൃഷ്ണ ഗോവിന്ദ അമ്മേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭഗവാന്റെ നാമം ജപിക്കാം. അമ്മയെ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മൾക്ക് അമ്മയെ പറയും. അത് നമ്മുടെ ദേവിയെ വിചാരിച്ചിട്ട് പറയാറില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ പറയുന്നതാണ്. അങ്ങനെ അമ്മയെ പറഞ്ഞാൽ പോലും ദേവി എന്ത് ചെയ്യും? എന്നെ വിളിച്ച് വിചാരിച്ച് രക്ഷിക്കും. അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കാൻ ശീലിക്കണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ രാജാവിന് നിങ്ങളെപ്പോലെ ഒരു ഉണ്ണിയെ തരണം പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലെ ഉണ്ണി ഈ ലോകത്തിൽ തന്നെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഈ രാജാവിൻ്റെ ഉണ്ണിയായി ജനിച്ചോളാം പറഞ്ഞത് ഭഗവാൻ മേരുദേവിക്കും നാഭി മഹാരാജാവിനും ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭന് ദേവിക്കാൻ എന്താ കാരണം? ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് അധർമ്മത്തിൽ പിന്നിലാക്കി. നമ്മളൊക്കെ ധർമ്മം അധർമ്മം പറയുമ്പോൾ അധർമ്മമായാലും കുഴപ്പമില്ല, നമ്മൾ പോകും. അങ്ങനെ ആവരുത്. പൃഷ്ഠേ കൃതോമേ യത് അധർമ്മ ആരാ അതോ ഹിമാം ഋഷഭം പ്രാഹുരാജ്യാഹ. ധർമ്മത്തിന് മുൻനിർത്തി അധർമ്മത്തെ പിന്നിലാക്കിയത് കൊണ്ടാണ് ഋഷഭൻ എന്ന് പേര് വരാൻ കാരണം. ഈ ഋഷഭദേവൻ കുട്ടിക്കാലത്ത് കളിച്ചിരിക്കുന്ന സമയത്ത് ഭാരതദേശത്തിൽ മഴയില്ലാത്ത കാരണം എന്താ? ഇന്ദ്രൻ മഴ നിർത്തിയതാണ്. കാരണം ഭാരതദേശം വിഭവസമൃദ്ധമായിരിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രനക്ക് പോലും മാത്സര്യം തോന്നി. എന്ത് ചെയ്തു? പൊറാമ കൊണ്ട് മഴ നിർത്തി. ഈ ഭാരതത്തിൻ്റെ പെരുമ നോക്കി പാകിസ്ഥാൻകാരൻ മാത്സര്യം കൊണ്ടാൽ അത് കുഴപ്പമില്ലേ, ഇന്ദ്രനക്ക് പോലും മാത്സര്യം തോന്നി. കാരണം ഭാരതത്തിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന ദേശം. ബാക്കി വിദേശങ്ങളിലൊക്കെ മൊബൈൽ, ഫ്രിഡ്ജ്, ടി വി അങ്ങനെ വേണ്ടാത്ത സാധനമാണ് അവർ ഉണ്ടാക്കുന്നത്. മൊബൈൽ ഉണ്ടാക്കി കൊടുക്കുന്നു, പിന്നെ പറയുന്നു കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, മൊബൈൽ സംസാരിച്ചാൽ ബ്രെയിൻ ട്യൂമർ വരും, ബുദ്ധിഭ്രംശം ഉണ്ടാവും. പിന്നെ ഷർട്ട് പാക്കറ്റിൽ വയ്ക്കരുത് കൂടുതൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ആ വൈബ്രേഷൻ കൊണ്ട് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അറക്കെട്ടിൽ വയ്ക്കാൻ പാടില്ല, ഇവിടെ കിഡ്നി പ്രോബ്ലം ഉണ്ടാവും. പിന്നെ എവിടെ വയ്ക്കാം? ഇവിടെ വയ്ക്കാൻ പാടില്ല, ഇവിടെ വയ്ക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല പറയുന്നു. പക്ഷേ അങ്ങനെയുള്ള സാധനം തയ്യാർ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൂടുതൽ വേണ്ടാത്ത സാധനമാണ് ബാക്കി വിദേശങ്ങളിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭാരതദേശത്തിലാണ് എല്ലാവരെയും ജീവിപ്പിക്കാനുള്ള സാധനം. അരി, ഗോതമ്പ്, പച്ചക്കറി ഇങ്ങനെയുള്ള സാധനം നമ്മളാണ് തയ്യാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രനക്ക് പോലും മാത്സര്യം തോന്നി മഴ നിർത്തി. അപ്പോൾ ഋഷഭദേവൻ ആകാശം നോക്കിക്കൊണ്ട് ചിരിച്ചപ്പോൾ പ്രഹസ്യ ആത്മയോഗമായയാ സ്വവർഷമജനാഭം നാമ അഭ്യവർഷത്ത്. തൻ്റെ ഒരു പുൻചിരി കൊണ്ട്, തൻ്റെ ചിരി കൊണ്ട് തന്നെ മഴ ഉണ്ടാക്കി. അപ്പോൾ ഇന്ദ്രൻ മനസ്സിലാക്കി ഈ കുട്ടി സാധാരണ കുട്ടിയിലെ ഭഗവാനാണെന്ന് മനസ്സിലാക്കി തൻ്റെ പെൺകുട്ടിയായ ജയന്തിയെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ജയന്തിക്കും ഋഷഭദേവനക്കും യോഗശക്തി മൂലം ഒരു 100 കുട്ടികളുണ്ടായി. ഈ ഭോഗികൾക്ക് അത്ര ശക്തി ഉണ്ടാവില്ല, യോഗികൾക്കാണ്. ആ 100 കുട്ടികൾക്കും ധർമ്മസൂക്ഷ്മ ഉപദേശം കൊടുത്തു. സാധാരണ ധർമ്മം എല്ലാവർക്കും അറിയാം. സാധാരണ ധർമ്മം എന്താണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇതൊക്കെ സാധാരണ ധർമ്മമാണ്. അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണം. ഇവിടെ ഋഷഭദേവൻ പറയുന്നു, ഗുരുർ നസസ്യാത് സ്വജനോ നസസ്യാത് പിതാ നസസ്യാത് ജനനീ നസാസ്യാത്. അച്ഛൻ്റെ വാക്ക് പരിപാലിക്കണം പറഞ്ഞാൽ എല്ലാ വാക്കും പരിപാലിക്കേണ്ട ആവശ്യമില്ല, ധർമ്മം മാത്രമേ പരിപാലിക്കാവൂ. ഒരു മകൻ ഈ സന്ധ്യാസമയത്ത് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുന്നു. അപ്പോൾ അച്ഛൻ ചൂത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? മകനെ വിളിച്ചു, എൻ്റെ സുഹൃത്ത് വന്നിട്ടില്ലേ, എൻ്റെ ഒപ്പം ചൂത് കളിക്കാൻ വധു പറഞ്ഞാൽ പിതൃദേവോ ഭവ എന്ന് പറഞ്ഞ് ചീട്ട് കളിക്കാൻ പോവാറ്. അച്ഛനായാലും അമ്മയായാലും ആചാര്യനായാലും ധർമ്മം പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാവൂ. അധർമ്മം പറഞ്ഞാൽ അത് കേൾക്കേണ്ട ആവശ്യമില്ല. പിന്നെ ധർമ്മസൂക്ഷ്മ ഉപദേശം കൊടുത്തു. അതിനുശേഷം ഒരു കാട്ടിത്തീയിൽ പ്രവേശിച്ച് ആ കാട്ടിത്തീയിൽ മരിക്കുന്ന എല്ലാ ജീവികൾക്കും മുക്തി കൊടുത്തു എന്നാണ് അവിടെ പറയുന്നു. എല്ലാവർക്കും എങ്ങനെ മുക്തി കൊടുത്തു ചോദിച്ചപ്പോഴാണ് ഭഗവാൻ എല്ലാവർക്കും മുക്തി കൊടുക്കും, ഭക്തി കൊടുക്കാതില്ലേ. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കേണ്ടത് ഭക്തിയാണ്. ഭക്തിയെ തന്നാലും ഭക്തി ഒഴിച്ചൊന്നും വേണ്ട.
മുക്തിം ദദാതി കർഹിചിത് വനഭക്തിയോഗം. എന്താ കാരണം? ആ ഭക്തി ഉള്ളവർക്ക് ഭഗവാൻ ദൈവം പ്രിയ കുലപതി കൊച്ച കിങ്കരോവഹ. അങ്ങനെ ഭക്തിയുള്ള പാണ്ഡവർക്ക് ഭഗവാൻ കിങ്കരനായി വന്നു. അങ്ങനെ പറയാൻ എന്താ കാരണം? ആ പാണ്ഡവന്മാരുടെ നാമജപവും ദ്രൗപദിയുടെ നാമജപവും പാണ്ഡവന്മാരുടെ ഭക്തിയുമാണ്. അതുകൊണ്ട് നമുക്കും കുറച്ച് നാമം ജപിക്കാം. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ. രണ്ട് പ്രാവശ്യം കേൾക്കേണ്ട ആവശ്യം, ഒരു പ്രാവശ്യം. ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 രാധേ. ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ. അവർ നാമം ജപിച്ചത് കൊണ്ടാണ് പാണ്ഡവന്മാർക്ക് കിങ്കരനായി ഭഗവാൻ വന്നു. ഭക്തിയുടെ മഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ് ഋഷഭദേവോപാഖ്യാനം സമർപ്പിക്കുന്നു.